ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ ഒരു കുഞ്ഞു വാവേനെ ഉണ്ടാക്കുന്നതാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കാരണം ഇതിന് കൈയും കാലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചുറ്റി പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വാവയാണ്. തുണി ഉപയോഗിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 കളേഴ്സിലുള്ള തുണികളാണ്. ഒരെണ്ണം സ്കിൻ കളർ ആയിട്ടുള്ളതും ഒരെണ്ണം കളർഫുൾ ആയിട്ടുള്ളതുമാണ്. സ്കിൻ കളർ ആയിട്ടുള്ള തുണി ഡോൾ ഉണ്ടാക്കാനുള്ള തുണി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടും കിട്ടും. അത് വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അതല്ലെങ്കിൽ നോർമൽ കോട്ടൻ്റെ തുണി നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ പഴയ ലെഗിങ്സ്, അതുപോലെ പെറ്റിക്കോട്ടിൻ്റെ ഒക്കെ തുണി ഉണ്ടാവില്ലേ സ്കിൻ കളർ ആയിട്ടുള്ളത്, അത് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ബോഡി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വീതിയൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 24 സെൻറ്റിമീറ്റർ നീളം, 16 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 തുണികൾ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ ഈസിയാണ്. ഇതൊന്ന് മടക്കിയിട്ട് ഇതിൻ്റെ കോർണേഴ്സ് നമുക്കൊന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കോർണർ ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മേലെയും താഴെയും നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതിന് മുമ്പ് 1-2 ഡോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് കൈയും കാലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുണ്ടാക്കാൻ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണെങ്കിൽ നല്ല ഈസിയാണ്. നമുക്ക് കൈയും കാലും ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടല്ലോ. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. കോർണേഴ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കില്ല, വളച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പുറത്ത് കാണുന്നത് ഈ തുണിയുടെ ഉള്ളിലത്തെ വശമാണ്, അതായത് നല്ല ഭംഗിയില്ലാത്ത വശമാണ് കാണുന്നത് കേട്ടോ. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മെഷീനില്ലാത്തവരാണെങ്കിൽ കൈ വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ മുമ്പൊക്കെ കൈ വെച്ചിട്ട് തുന്നി കൊടുക്കുക ചെയ്യാറുള്ളത്. ചുറ്റുള്ള ഭാഗത്ത് കൈ വെച്ചിട്ട് തുന്നി കൊടുക്കുക. പക്ഷെ ചെറിയൊരു ഗ്യാപ്പ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഇടണം കേട്ടോ. അതാ ഇതുപോലെ ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ തുന്നി കൊടുക്കാം. ഞാനിവിടെ തുന്നാതെ വെച്ചിട്ടുള്ളത് മേൽഭാഗത്താണ് കേട്ടോ. അതിൽ കൂടെ നമ്മൾ ഈ തുണി ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ പുറത്ത് കാണുന്നത് ഈ തുണിയുടെ നല്ല വശമാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതെല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പഴയ ഡോൾസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. ഞാനിത് കേടായി പോയ ഡോൾസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഫൈബറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേൽഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തുന്നി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ മടക്കി ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ അതങ്ങോട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവയുടെ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 16 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം വേണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ വെറുതെ ചോക്ക് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് പെൻസിലും കോമ്പസൊക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് അത് മാതൃകയാക്കിയിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ 4 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനിങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു റൗണ്ടിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ആ ഓപ്പണിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് സൂചി നൂലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. വെറുതെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഈ രീതിയിൽ തുന്നിയിട്ട് അവസാനം എത്തുമ്പോൾ നമ്മൾ ഈ നൂല് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചുളിവുകളോട് കൂടി ഇങ്ങനെ കിട്ടില്ലേ, അത് നമ്മൾ ചെവിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, അതിൻ്റെ നടുക്കിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ചെവി എവിടെയാണോ വേണ്ടത് ആ ഭാഗത്തായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ തുണി തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടും. ഈ സൈഡിലും കൂടി കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കിയ ആ ചെവി തുന്നിയ ഭാഗമല്ല, നല്ല ഭംഗിയുള്ള മടങ്ങിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ട് നമ്മൾ
തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ചെറിയ ഗ്യാപ്പ് ഇടണം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്കിതാ ചെവി ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് ചെറിയൊരു ഭാഗം നിൽക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എത്ര മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുമ്പ് തുന്നി കൊടുത്ത പോലെ തന്നെ തുന്നി കൊടുക്കണം. കൈ വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി. സൂചി നൂല് യൂസ് ചെയ്ത് നമുക്കിത് മെഷീനിൽ തയ്ക്കാനായിട്ട് അത്ര ഈസി അല്ല. അപ്പോൾ തുന്നി കൊടുക്കുക. അങ്ങനെ തുന്നി കൊടുത്ത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുവാവയുടെ തല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയും തലയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ നേരത്തെ തുന്നിയതെല്ലാം ഉള്ളിൽ പോകട്ടോ. നമ്മൾ ബോഡി തുന്നിയത് മേലെയായിരുന്നു, അതുപോലെ തലയുടെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് തുന്നിയത് താഴെയായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ തുന്നിയ ഭാഗങ്ങളൊക്കെ ഉള്ളിൽ പോണ രീതിയിലാണ് വരിക. ഇനി ഇത് ചേർത്ത് വെച്ച് നമ്മൾ യോജിപ്പിച്ച് തുന്നി കൊടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ തലേമേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴേന്നത് ജോയിൻ ചെയ്ത് കൊടുക്കുക. വീണ്ടും മേലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ വീണ്ടും താഴേന്ന് എടുക്കുക. ഈ ഒരു രീതിയിൽ മേലെയും താഴെയും കൂടി കണക്ട് ചെയ്ത് തുന്നുക. എന്നിട്ട് നമ്മൾ ഈ നൂലിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ തുന്നിയ പാടമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഈ രീതിയിൽ വേണം നമ്മളിത് ഫുള്ളായിട്ട് ചുറ്റും നമ്മളിങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് തുന്നി കൊടുത്തിട്ട് വരാം കേട്ടോ. സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിതിപ്പോൾ തുന്നി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് കണ്ണും മൂക്കൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നി കൊടുക്കാം. ഞാനിതിന് മുമ്പ് ചെയ്തതൊക്കെ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചെവിയേക്കാൾ അല്പം ഉയരത്തിൽ ഏകദേശം നടുക്കിലായിട്ട് നമ്മൾ കണ്ണിന് വേണ്ടി വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. റാ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ഒരു റാ കൂടി വരച്ചിട്ടുണ്ട്. ഏറ്റവും ഉള്ളിലായിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ഈ കോർണറിലായിട്ട് നമുക്ക് ഐലാഷസ് വരച്ചു കൊടുക്കണം. ഈ രീതിയിൽ ഒരു കണ്ണുകൂടി നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ കണ്ണിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെയായിട്ട് മൂക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ വായം വരച്ചു കൊടുത്തിട്ടുണ്ട്. പുരികം വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം ഞാനിവിടെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യാനായിട്ട് പോണത്. ബ്ലാക്ക് കളർ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് എവിടേക്കാണോ ബ്ലാക്ക് കളർ വേണ്ടത് അവിടെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൃഷ്ണമണി ഫുള്ളായിട്ട് ബ്ലാക്ക് കളറിൽ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കളർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടില്ലേ, അതിൻ്റെ തൊട്ട് താഴെയായിട്ടും ഞാൻ വൈറ്റ് കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് കണ്ണിനും ഈ രീതിയിൽ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കുക. കൃഷ്ണമണിയുടെ ഉള്ളിലായിട്ടും ഇതുപോലെ ഒരു സൈഡിലായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ചെറിയൊരു ഡോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസിലാണ് കേട്ടോ. അവിടെ ഞാൻ ബ്ലൂ കളർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബ്ലൂവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഈ രീതിയിൽ നമുക്ക് മറ്റേ കണ്ണുകൂടി ചെയ്തെടുക്കാം. ചുണ്ട് റെഡ് കളർ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാം. കാരണം ഇത് പെൺകുട്ടിയാണേ. അപ്പോൾ അതിനായിട്ട് ഡാർക്ക് ബ്ലൂ കളറിലുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 4 സെൻറ്റിമീറ്ററാണ്. നീളം നമ്മൾ ഇതുപോലെ തലയുടെ ചുറ്റിങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ കുറച്ച് സ്പേസ് ഇതുപോലെ ബാക്കി ഉണ്ടാവണം. ഈ ഒരു നീളത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് കുറച്ച് എലാസ്റ്റിക് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഇലാസ്റ്റിക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് തുന്നി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി ചെയ്യണത്. ഇലാസ്റ്റിക് ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇലാസ്റ്റികമേക്ക് തുണി ഇങ്ങനെ മടക്കി ഒട്ടിച്ച് കൊടുക്കുക. ഇതിപ്പോൾ തുണിയുടെ ഉൾഭാഗത്താണ് കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇതുപോലെ ഉയർത്തുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഇലാസ്റ്റിക് തുണിയുടെ മറ്റേ സൈഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. പുറത്ത് കാണുന്ന വശം നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ തുണി ഒന്ന് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക്
ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഡോളിന് വയ്ക്കാനല്ലേ, അതുകൊണ്ട് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്തായാലും സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യണം, കാരണം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു ബോ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 10 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. നടുക്കിലായിട്ട് ഒരല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് നടുക്കിലേക്ക് ഇതുപോലെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി വീണ്ടും നടുക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി നടുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡ് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് അവിടെ ഇവിടെയായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ ഞൊറികൾ പോലെ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ എടുത്ത ഡാർക്ക് ബ്ലൂ കളർ തുണിയുടെ ചെറിയൊരു പീസ് എടുത്ത് ഇതുപോലെ നടുക്കിലായിട്ട് ചുറ്റി വെച്ച് ബാക്ക് സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഹെയർ ബാൻഡ് ഡോളിൻ്റെ തലയിലൊന്ന് വച്ച് നോക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് സ്ഥാനമൊക്കെ നോക്കി നമുക്ക് ഈ ബോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഏകദേശം ഒരു സൈഡിലായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുന്നി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സത്യം പറയട്ടെ, എനിക്ക് ഇപ്പോഴും ഇത് വെച്ച് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വേറെ ഡോൾസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പോകണേ വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്